മുക്കം നോർത്ത് കാരശ്ശേരിയിൽ തെരുവ് കച്ചവടക്കാരും വ്യാപാരികളും തമ്മിൽ സംഘർഷം. പെരുന്നാൾ തിരക്ക് ലക്ഷ്യമിട്ട് തെരുവ് കച്ചവടക്കാർ കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. വസ്ത്രങ്ങൾ വില കുറച്ച് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശ് ചേരുന്നുണ്ട്. ആഘോഷം എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്? പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മുക്കത്തിനടുത്ത് നോർത്ത് കാരശ്ശേരിയിലാണ് ഈ സംഭവം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ തെരുവ് കച്ചവടക്കാരും കൂടാതെ സ്ഥിരം വ്യാപാരികളും തമ്മിൽ നേരിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. പെരുന്നാൾ വിപണിയുടെ ഭാഗമായി ഈ തെരുവ് കച്ചവടക്കാർ വസ്ത്രങ്ങളും ചെരുപ്പും ഉൾപ്പെടെ കുറഞ്ഞ വിലയിൽ വിൽക്കുന്നു എന്നുള്ള ആരോപണവുമായാണ് ഈ വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇവരുടെ കച്ചവടത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ തെരുവ് കച്ചവടക്കാരുമായി ചർച്ച നടത്തുകയും തെരുവ് കച്ചവടം നടത്താൻ പാടില്ല എന്നുൾപ്പെടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു തെരുവ് കച്ചവടക്കാർ. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയായിരുന്നു. ഇന്ന് അരീക്കോട് ഭാഗത്തു നിന്നും ഒരു കൂട്ടം യുവാക്കൾ ഇവിടേക്ക് എത്തുകയും കൂടാതെ ഇവിടെ നിന്ന് കച്ചവടം തുടങ്ങുകയുമായിരുന്നു. ഇതിൽ പ്രകോപിതരായാണ് ഈ വ്യാപാരികളും ഈ തെരുവ് കച്ചവടക്കാരും തമ്മിൽ തർക്കമുണ്ടായത്. തർക്കത്തിനൊടുവിൽ പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. നിരവധി ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. കൂടാതെ തന്നെ ഇവർ രണ്ട് വിഭാഗമായി തന്നെ ചേരിതിരിഞ്ഞ് നടു റോട്ടിൽ വെച്ച് സംഘർഷം ഉണ്ടാക്കുകയും കൂടാതെ തന്നെ മുക്കം പോലീസ് ഇതറിഞ്ഞ് അവിടേക്ക് എത്തുകയും ഇരു വിഭാഗത്തെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. കൂടാതെ തന്നെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അവിടെ കാവലും ശക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ തെരുവ് കച്ചവടക്കാർ ഇവിടെ എത്തി കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ വ്യാപാരികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർക്കൂടെ വിൽപ്പന ഉൾപ്പെടെ തകരുന്ന രീതിയിലാണ് ഇവർ ഇത്തരം തെരുവ് കച്ചവടം ചെയ്യുന്നതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണമായിരുന്നു ഇവർ ഉന്നയിച്ചത്. അതിനാൽ തന്നെ തെരുവ് കച്ചവടം നിർത്തണം എന്നൊരു ഉപാധി വെച്ചു. അതിനാൽ കച്ചവടക്കാരും തെരുവ് കച്ചവടക്കാരും അത് തെരുവ് കച്ചവടം നിർത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ആസൂത്രിതമായി തന്നെ പ്രശ്നമുണ്ടാക്കണം എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അവർ സംഘം ചേർന്ന് എത്തുകയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇവിടെ കാവൽ നിൽക്കുകയാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിപണിയാണ് ഇവിടെ, വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ നോർത്ത് കാരശ്ശേരി ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ നിരവധി പേർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അത് ഈ വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ തെരുവ് കച്ചവടക്കാരിൽ നിന്ന് മാത്രം സാധനങ്ങളാണ് ഇവർ വാങ്ങുന്നത്. അതിനാൽ തന്നെ സ്ഥിരം കച്ചവടക്കാരായ വസ്ത്ര വ്യാപാരികൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇരു വിഭാഗങ്ങളുമായി ചർച്ച ഉൾപ്പെടെ കാര്യങ്ങൾ നടത്താനാണ് ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ തർക്കത്തിലും കൂടാതെ തന്നെ ഈ അടിപിടിയിലേക്ക് എത്തിയ കാരണങ്ങളും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാരണങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സോന, ശരി. ആകാശ് തലത്തിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.